ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഓൻ്റെ വാപ്പയാണ്. എൻ്റെ വാപ്പ ആരാണെന്ന് എനിക്കറിയൽ നിർബന്ധമൊന്നുമില്ല. അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡും ഉണ്ടാവില്ല, റേഷൻ കാർഡും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈമാൻ ശരിയാകായൊന്നുമില്ല. പക്ഷേ മുഹമ്മദ് നബിയുടെ വാപ്പാനെ അറിഞ്ഞില്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ശരിയാവില്ല. എൻ്റെ വല്ലിപ്പാനെ എനിക്കറിയൽ തീരെ നിർബന്ധമില്ല. അറിഞ്ഞാൽ വളരെ നല്ലതാണ്, അതൊരു ഇസ്സത്തേക്കാരം. വല്ലിപ്പാൻ്റെ വാപ്പാനെ അറിയലും നിർബന്ധമൊന്നുമില്ല, അറിഞ്ഞാൽ വളരെ നല്ലതാണ്. പരമ്പരകളൊക്കെ ഒരാൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അറിഞ്ഞില്ല എന്ന് എഴുതിയിട്ട് ഈമാൻ്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേരറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കുട്ടികളെ മദ്രസയിൽ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫി യന്തസിബ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേര് പഠിപ്പിക്കും. മങ്കൂസ് മൗലിദ് ഓതുമ്പോൾ ഒന്നാമത്തെ ഹദീസ് അവസാനിക്കുന്നിടത്തുണ്ട്, വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാനെയും ഉമ്മാനെയും മോശപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും തീരെ തൊട്ടിട്ടില്ല. വാപ്പാൻ്റെ ഫضലും ഉമ്മാൻ്റെ ഫضലും മക്കൾക്കുണ്ടാവും എന്ന് അറിയിക്കുന്നതാണ് ഈ ഒരു പ്രയോഗം. ഏതൊരു മനുഷ്യനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും ആദ്യം അവൻ്റെ വാപ്പാനെ കുറിച്ചാണ് പഠിക്കുക. അപ്പോൾ നമ്മളെ മോൾക്കൊരു കല്യാണം വന്നു എന്ന് വിചാരിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിവാഹാലോചന വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക, ഓലെ പെരൻ്റെ അടുത്തുള്ള നിസ്കാരപ്പള്ളിക്ക് അസർ നിസ്കരിക്കാൻ പോവുകയാണ്. അത് ആരും അറിയാതെ ഒറ്റയ്ക്ക് നമ്മളും എളാപ്പാനിയും ആണെങ്കിൽ ഒന്ന് കൂട്ടും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരനൊന്ന് കൂട്ടിയിട്ട് ബൈക്കുമ്മേ ഒന്നിങ്ങനെ അധികം പോയിങ്ങാണ്ട് ഓലെ പെരൻ്റെ അടുത്തുള്ള നിസ്കാരപ്പള്ളിയിലൊന്ന് പോയിട്ട് അവിടുന്ന് അസർ നിസ്കരിച്ചിട്ട് അസർ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ അടുത്തുള്ള ചായപ്പീടി കയറിയിട്ട് ഒരു ചായയും നെയ്യപ്പവും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അവരോട് ചോദിക്കും, നമ്മൾ ആ സുലൈമാനാജിലെ മൂത്ത മകനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. ആദ്യമായിട്ട് ഏതൊരു മനുഷ്യനും അന്വേഷിക്കുക വാപ്പാനെ കുറിച്ചായിരിക്കും. എന്താ മോൻ്റെ വാപ്പാനെ കുറിച്ചുള്ള അഭിപ്രായം. പിന്നെ അന്വേഷിക്കും ഉമ്മാനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. പിന്നെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ കൂട്ടുകാരെ കുറിച്ചാണ്. അപ്പം നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചെറുക്കനും തിരക്കടില്ല, ഓൻ്റെ വാപ്പിയും തിരക്കടില്ല, ഉമ്മയും തിരക്കടില്ല, പക്ഷെ ഓൻ്റെ ചങ്ങായിമാരൊക്കെ ഒരു ജാതി കോച്ചറായി ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആളും കോച്ചറായി ആണ്. കോച്ചറായി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു അർത്ഥമുള്ള വാക്കൊന്നുമല്ല, ഡിക്ഷണറി ഒന്നും തിരഞ്ഞാൽ അങ്ങനത്തെ ഒരു വാക്ക് കാണുമൊന്നുമില്ല. പക്ഷേ സംഗതി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, എനിക്കും മനസ്സിലാവും. അതാണ്. എന്നാൽ പിന്നെ ആ വഴിക്ക് പോകണ്ടെന്ന് നമ്മൾ തൽക്കാലം തീരുമാനിച്ചങ്ങാണ്ട് മടങ്ങിപ്പോരും. അപ്പോൾ ഒരു കൂട്ടുകാരെക്കുറിച്ചുള്ള അന്വേഷണം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മളൊക്കെ മാനേജ്മെൻറ്റും കൂടി ആയിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നതാണ്. ഒരു 8 പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊന്നാമത്തെ കാര്യം, ഒരു മദ്രസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അള്ളാൻ്റെ ദുനിയാവിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് നാടുകളുണ്ട്, പ്രദേശങ്ങളുണ്ട്. അതിൽ കേരളക്കാർക്ക് മാത്രമുള്ള 2 ഭാഗ്യമുണ്ട്. അതിലൊന്ന് മസ്ജിദ് സംസ്കാരവും മറ്റൊന്ന് മദ്രസ സംസ്കാരവുമാണ്. മസ്ജിദ് സംസ്കാരം കേരളത്തിൽ ദീന് വന്ന കാലഘട്ടം മുതൽ തന്നെ ഇവിടെ ഉണ്ട്. മദ്രസ സംസ്കാരം 920-കൾക്ക് ശേഷം ഉണ്ടായതാണ്. അതിനു മുമ്പ് ഓത്തുപള്ളി സംസ്കാരമുണ്ട്. ഇസ്മായിൽ ഉസ്താദ് അതേക്കുറിച്ച് പറയണ്ടായി. മസ്ജിദ് സംസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്ന ഒരു സംസ്കാരത്തെയാണ് മസ്ജിദ് സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരം മനസ്സിലാവണമെങ്കിൽ പഴയകാല പള്ളികൾ പരിശോധിക്കണം, അപ്പോൾ മനസ്സിലാവും. പുതിയ പള്ളികൾ വേറെ ഡിസൈനിങ്ങിലാണുള്ളത്. പഴയ പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള പഴയ പള്ളിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഔത്തപ്പള്ളി ഉണ്ടാവും. ഔത്തപ്പള്ളിയിൽ മിമ്പർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ നേരെ ബാക്കിലൊരു പുറത്തപ്പള്ളി ഉണ്ടാവും, രണ്ടാമത്തൊരു പള്ളി ഉണ്ടാവും, അതിൽ മേലക്ക് കോണി ഉണ്ടാവും. പിന്നെ മിക്കവാറും പള്ളികൾക്ക് 3 ഭാഗത്ത് താഴ്വര ഉണ്ടാവും. ചില പള്ളിക്ക് മുന്നിലും താഴ്വര ഉണ്ടാവും.
മുന്നിലെ താഴ്വര ജമാഅത്തിന് തുടർന്ന് നിസ്കരിക്കാനൊന്നും പറ്റൂല. മൗലവിക്ക് ഖുതുബോധനേൻ്റെ മുമ്പായിട്ട് വന്നിരിക്കാനും ചായ കുടിക്കാനും മയ്യത്തേട്ടിൽ വെക്കാനും ഒക്കെയാണ് മുന്നത്തെ താഴ്വര ഉപയോഗിക്കുക. 2 സൈഡിൽ ചെരുണ്ടാവും. കയറി ചെല്ലിനോടത്ത് ഒരു പൂമുഖം ഉണ്ടാവും. പൂമുഖത്ത് പഴയ തറവാട് വീടുകൾക്കൊക്കെ ഉള്ള മാതിരി ചാരിയിരിക്കണ പടിയൊക്കെ വെച്ചിട്ടുണ്ടാവും. 2 തൂണൊക്കെ ഉണ്ടാവും. ഈ കയറി ചെല്ലുന്ന സ്ഥലം വഖഫ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വഖഫ് ചെയ്തിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടി ഒന്നുകിൽ അത് അല്പം താത്തിയിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉയർത്തിയിട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ നാടുകളിലൊക്കെ താഴ്ത്തിയാണ് ഇട്ടിരുന്നത്. വടക്കൻ കേരളത്തിലേക്ക് ചെന്നാൽ ആ സ്ഥലം ഉയർത്തിയിട്ടാണ് ഇടുക. ഇരുന്ന് കയറാൻ പറ്റുന്ന രൂപത്തിൽ കുറച്ച് ഉയർത്തിയിട്ട് ആ സ്ഥലം ഇട്ടിട്ടുണ്ടാവും. അസർ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ കുറച്ച് കാരണന്മാരുണ്ടാവും, വയസ്സായ ആൾക്കാർ. ഓലൊന്ന് ഇറങ്ങിയിട്ട് ആ വഖഫ് ചെയ്യാത്ത സ്ഥലത്തേക്ക് മാറി തൂണുമൊക്കെ ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നാട്ടിലെന്തേലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, ആരെങ്കിലും മോളെ കെട്ടിച്ചു കൊടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ, മരോളോടെ പ്രശ്നം ഉണ്ടെങ്കിൽ, ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ മുണ്ടാത്തതുണ്ടെങ്കിൽ, അങ്ങാടിയിൽ കച്ചവടക്കാർ തമ്മിൽ തെറ്റിയതുണ്ടെങ്കിലൊക്കെ അവിടെ ചെന്നിട്ട് അസറിൻ്റെ ശേഷം ഈ കാരണന്മാരോട് പറയും. അതിനാണ് ഈ പള്ളി പോയി പറയുക എന്ന് പറയണത്. 2 സമൂഹത്തിലാണ് പള്ളി പോയി പറയലുള്ളത്. ഒന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലും ഒന്ന് മുസ്ലിം സമൂഹത്തിലാണ് പള്ളി പോയി പറയണുള്ളത്. പള്ളി പോയി പറയും. അങ്ങനെ പള്ളി പോയി പറഞ്ഞാൽ അവിടുത്തെ കാരണന്മാർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയാലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനത്തിലെത്തും. ഏകദേശം ഒരു തീരുമാനം ഉറച്ചാൽ പുറത്തെ പള്ളിക്ക് കയറിയിരിക്കും. ഒരാൾ തീരുമാനം പ്രഖ്യാപിക്കും, അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ദ്വാരക്കും. അതോടുകൂടെ ആ വിഷയം അവസാനിക്കും. ഇങ്ങനെ ഉണ്ടായിരുന്ന പരിപാടികൾക്കാണ് മസ്ജിദ് സംസ്കാരം എന്ന് പറയുന്നത്. ഇത് നമ്മളെ പഴയ ആൾക്കാർ നിലനിർത്തി പോന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഇസ്ലാം ദീൻ എവിടെല്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെല്ലാം ആദ്യം പള്ളികളുടെ നിർമ്മാണങ്ങളാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ നാടായ കേരളത്തിലും ആദ്യമായി പള്ളിയുടെ നിർമ്മാണങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് കാണാം. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട മസ്ജിദ് സംസ്കാരം വളരെ വിശാലമാണ്. അത് ഈ മദ്യം ഭരണയിലും മാത്രം ഒതുങ്ങണമെന്നല്ല. പള്ളിക്ക് വിശാലമായ പള്ളിക്കാടുണ്ടാവും. പഴയ കാലത്തെ ആളുകൾ വഖഫ് ചെയ്തത്. നമ്മളൊക്കെ നാടുകളിൽ ഒരുപാട് വഖഫുകൾ കാണാൻ വേണ്ടി പറ്റും. അള്ളാഹു നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള വഖഫിൻ്റെ വാഖിഫീങ്ങൾക്ക് അതൊരു ജാരിയായ സ്വതക്കയായി സ്വീകരിക്കട്ടെ. അപ്പോൾ വിശാലമായ പള്ളിക്കാടുണ്ടാവും. ആ വിശാലമായ പള്ളിക്കാട് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. വീടുകളിലൊന്നും അധികം ആൾക്കാർക്കും കക്കൂസ് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിക്കൊക്കെ പോരുക ചെയ്യുക. അങ്ങനെ പള്ളിക്കാട് ഉപയോഗപ്പെടുത്തി മലമൂത്ര വിസർജനം നടത്തും. നല്ല വിശാലമായ പള്ളിക്കുളം ഉണ്ടാവും. പള്ളിക്കുളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കും. എന്നിട്ട് ഉള്ള കള്ളിത്തുണിയൊക്കെ ഒന്ന് കുത്തി തിരുമ്പി ഉഷാറാക്കിയിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് ഉച്ചക്ക് കുറച്ച് സമയം ചെരുവിൽ കിടന്നുറങ്ങും. ചിലപ്പം വീട്ടിൽ വിരുന്നേര് വന്നാൽ എല്ലാവർക്കും കൂടിയും കിടക്കാൻ പെരയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ വിരുന്നേർക്ക് റൂം കൊടുത്തിട്ട് പെരക്കാരൻ പള്ളിക്കൊക്കെ പോരും. അങ്ങനെ പള്ളിക്ക് പെരക്കാരൻ കിടന്നുറങ്ങും. സുബഹി നിസ്കരിച്ചിട്ട് ചായ കുടിക്കാൻ പെരയ്ക്ക് പോവും. ഇങ്ങനെയൊക്കെയാണ് ഒരു പഴയ രീതി എന്ന് പറഞ്ഞത്. ഇന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇതിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാ പള്ളിയിലുള്ള പ്രധാന നോട്ടീസ് കാർപ്പറ്റിൽ കിടക്കരുത് എന്നാണ്. കിടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ സാധനം ഇടാതിരിക്കുകയാണല്ലേ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ്, സൗകര്യം എന്ന പേരിൽ നമ്മൾ ഒരുപാട് അസൗകര്യങ്ങളെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്, പക്ഷെ ഉണ്ടായത് അസൗകര്യമാണ്. ആയിപ്പെട്ടതാണ്. ഇപ്പോൾ എല്ലാ പള്ളികളിലും AC വെച്ചിട്ടുണ്ട്, പക്ഷെ സ്വിച്ച് ഇടൂല. ഉള്ള ഓക്സിജൻ വരാനുള്ള വായു വരാനുള്ള ഓട്ട AC വെച്ച കാരണത്താൽ അടച്ചിട്ടുണ്ട്. മേലൊരു എയർ ഹോൾ ഉണ്ടാവും. ഈ എയർ ഹോള് AC വെച്ചു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അത് അടച്ചു. എന്നാൽ പിന്നെ ഈ സാധനം സ്വിച്ച് ഇടണ്ടേ, അത് സ്വിച്ച് ഇടൂല. അപ്പോൾ കറണ്ട് ബില്ല് കൂടുമല്ലോ എന്ന് നമ്മൾ പറയാം. എന്നാൽ പിന്നെ ആ കാര്യം തന്നെ വെക്കേണ്ടിന്നില്ലല്ലോ എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയേ കിട്ടുമല്ലോ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ. അതൊന്നൊരു ന്യായമല്ല. നല്ല തണുപ്പുള്ള സമയത്ത് സ്വിച്ച് ഇടണ്ട, അതൊഴിച്ചാൽ ബാക്കി സ്വിച്ച് ഇടാനുള്ളതാണല്ലോ ആ സാധനം. ഹൗലങ്കാർക്ക് കയറിനോടത്ത് വലിയൊരു ഗേറ്റ് ഉണ്ടാവും, നല്ലൊരു ഗ്രില്ല് വെച്ചിട്ട്. അതിൻ്റെ പകുതി മേലെ അടിയിലൊരു കുറ്റി ഇട്ടിട്ടുണ്ടാവും. മേലെ ഒരു കുറ്റിൻ്റെ പുറമെ ഒരു കമ്പിയോണ്ട് കെട്ടും കൂടിയും ചെയ്തിട്ടുണ്ടാവും. ആരും തുറക്കരുത് എന്ന് കരുതിയിട്ട്. നല്ല വിശാലമായ ബാത്റൂമിൻ്റെ പകുതിയിൽ കൂടി ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ആരും ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്.
നല്ലൊരു 5-6 ബാത്റൂം കക്കൂസ് ഉണ്ടാവും, ഒറ്റൊന്നും തുറന്നിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് ദൗർഭാഗ്യവശാൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റും കുളത്തും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള അസൗകര്യങ്ങൾ. നമ്മളൊരു കാര്യം സൗകര്യം ചെയ്യണത് സൗകര്യം തന്നെയായിരിക്കണം, അതൊരിക്കലും അസൗകര്യമാവാൻ പാടില്ല. ഈ പറഞ്ഞത് ഇന്നോടും കൂടി കേട്ടോ, ഞാനും മാനേജ്മെൻ്റ് തന്നെയാണ്, ഇന്നോടും കൂടിയാണ് ഈ പറഞ്ഞത്.